സ്കെയിൽ ഡീറ്റെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കമ്പനി പണിയെടുത്തിട്ടുണ്ട്. ഈ ബോണറ്റ് കണ്ട ഒരാവശ്യമില്ലാത്ത ബോണറ്റാണെങ്കിലും സ്റ്റിൽ നമുക്കത് ഒറിജിനൽ ജീപ്പ് പോലെ തുറക്കാനും അടയ്ക്കാനും പറ്റും. പിന്നെ വണ്ടി ഫുള്ളായിട്ട് തുറക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ലിഫ്റ്റ് ചെയ്താൽ മതി. 2 മാഗ്നറ്റിലാണ്, സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നുമില്ല, ഭയങ്കര ഈസിയാണ്. തുറന്ന് കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളുടെ ഒരു സ്മെല്ലാണ്. അതെ, ഭയങ്കര പ്രീമിയമാണ്. നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് തോന്നിയത് ബാറ്ററിയുടെ പ്ലേസ്മെൻറ്റ് റിസീവർ ബോക്സിൻ്റെ അടിയിലായിപ്പോയി. അത്യാവശ്യം സ്ഥലമുണ്ട്, പക്ഷെ എന്നാലും ഊരാനും എടുക്കാനും ഭയങ്കര പാടാണ്. 2000 mAh ബാറ്ററിയാണ് ഇതിൽ ഇൻബിൽട്ട് വരുന്നത്. ഇതിൽ 3 years വരെ സപ്പോർട്ട് ചെയ്യും എന്നാണ് ഇത് യൂസ് ചെയ്തവരെ പറഞ്ഞത്. സോ ഇറ്റ് ഇസ് വെരി നൈസ്. ആൻഡ് 2000 mAh ബാറ്ററിയുടെ ബാക്കപ്പ് എന്ന് പറയുന്നത് ഒരു 40 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ കിട്ടത്തുള്ളൂ. ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു റൈഡ്. പൊളിച്ച് കഴിഞ്ഞാൽ അത്രയും കിട്ടത്തില്ല, മര്യാദയ്ക്ക് റോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇനി ലുക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുവാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് വണ്ടി. ഫ്രണ്ടും ബാക്കും സൈഡും എല്ലാം അടിപ്പ ലുക്കാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 2.4 കിലോ എടുത്ത് വെയിറ്റും ഉണ്ട് സാധനത്തിന്. ഈ ഒരു 112 സ്കെയിലിൽ ഇത്രയും ക്വാളിറ്റിയുള്ള ക്രോളർ വേറെ ഇല്ലയെന്ന് എനിക്ക് തോന്നണം. മെറ്റീരിയൽ വൈസ് ആണെങ്കിൽ ഫുള്ളി മെറ്റൽ ബോഡിയാണ് വരുന്നത്, പ്ലാസ്റ്റിക് അല്ല മറ്റേ സാധാരണ പോലെ. വലിയ കാറിൽ വരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ് വരുന്നത്, പക്ഷേ ഇതിൽ നല്ല മെറ്റൽ ബോഡി വരുന്നത്. ഇതാണ് ഇതിൻ്റെ റിമോട്ടിൽ ബേസിക് ഫങ്ഷൻസ് ഒക്കെ ഉള്ളൂ. ത്രോട്ടിൽ ട്രിം, സ്റ്റിയറിംഗ് ട്രിം, ത്രോട്ടിൽ ഡ്യൂറേ, സ്റ്റിയറിംഗ് ഡ്യൂറേ ആൻഡ് ലൈറ്റിൻ്റെ സ്വിച്ചുകൾ. ഇത് വിഞ്ച് നിങ്ങൾ ഇതിൽ വെക്കുകയാണെങ്കിൽ, ഇതിൽ വിഞ്ച് വയ്ക്കാൻ ഒരു സ്ഥലമുണ്ട് ഇവിടെ, വെക്കുകയാണെങ്കിൽ അതിനുള്ള സ്വിച്ചും റിമോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ബേസിക് റിമോട്ടാണ്. ഇവിടെ 2 ബാറ്ററി ഇടണം. ആൻഡ് കീപ്പ് ഇൻ മൈൻഡ് ഡ്യൂറാസെലിൻ്റെ ആൽക്കലൈൻ ബാറ്ററി ഇടാൻ പാടുള്ളൂ. പവർ സെല്ലിൻ്റെ സാധാരണ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കിടന്ന് കാണിക്കും വണ്ടി. ക്രോളിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു എക്സാമ്പിളാണ്. ഞാൻ കൈ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, എന്നിട്ട് വണ്ടി നമ്മുടെ ത്രോട്ടിൽ ട്രിം കുറച്ച് ഇതിൽ ക്രൂസ് കൺട്രോൾ എന്നുള്ള പരിപാടിയുണ്ട്. അതാണ് ആ ത്രോട്ടിൽ ട്രിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൊടുത്തിട്ട് വണ്ടി കയറിപ്പോകുന്ന കയറലാണ്ട, ഇതിങ്ങനെ സാധനം അങ്ങ് കയറിപ്പോവും. അതുപോലെ തന്നെ ഫ്ലെക്സ് കണ്ട, സസ്പെൻഷൻ്റെ ആർട്ടിക്കുലേഷൻ കണ്ട, അതൊക്കെ അടിപൊളിയാണ്. അതൊക്കെ ഒരു രക്ഷയില്ല ഈ സാധനത്തിൽ. ഇതാണ് ഇതിൻ്റെ ക്രോളിംഗ് കേപ്പബിലിറ്റി. ഇങ്ങനെയുണ്ട് സാധനം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനായിട്ട്. ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ട് കണ്ടത്, ജസ്റ്റ് ഒരു ഓർമ്മയായിട്ട് കണ്ടാൽ മതി. ഇതിൻ്റെ ഫുൾ റിവ്യൂ ചാനലിൽ വരുന്നതാണ്. സോ അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഒരു സാധനം കൂടെ എൻ്റെ അടുത്ത്, അതാണ്